Okay. എന്ത് പറ്റി മാമുക്ക? പനി, ചുമ, ഛർദി, വയറിളക്കം ഒന്നും പറയണ്ട. എന്താ പുതിയ വാർത്ത? പീഡനം കൊലപാതകം അഴിമതി ഇതൊക്കെ തന്നെ സ്ഥിരം വാർത്ത. അതെന്താ പുതിയ വാർത്ത? എടുത്തിട്ടോളെ ശബ്ദം കേട്ട്. ഇതാണ് പുതിയ വാർത്ത. ഞാൻ പോവാണ്. കാലത്ത് പത്രം വായിച്ചില്ലെങ്കിൽ ചിലർക്ക് കത്തി പോവില്ല. നിക്കണോടാ. പോട്ടെ. ഒന്നും കൂടി ചെയ്യാം കേട്ടോ. നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. തിരിച്ചു പറഞ്ഞോ. മൂക്ക് പറ്റി പിടിച്ചു. ഞാനും നീയും പാലാണ് നാട്ടുകാരും ഈ പനി വെച്ച് ഇതിനൊന്നും പ്രതികരിക്കാനൂടെ ആരും ഇല്ലല്ലോ. എനിക്ക് ശരിക്കും എന്റെ തണ്ടക്കും തള്ളക്കും അടിച്ച് കയ്യും കാലും അടിച്ചു മുറിക്കുന്ന കയ്യും കാലും മുറിക്കൂന്ന് വരെ പറഞ്ഞു. പിന്നെ എന്റെ മടിക്കൂത്ത് പിടിച്ചിട്ട് ഡയലോഗ്. നിന്റെ വീട്ടിലോ തറവാട്ടിലോ അല്ലല്ലോ ഞാൻ ഇടുന്നത്. വല്ലാണ്ട് കളിച്ചാൽ ഇല്ലാണ്ടാവും. ഇത് ഇടുന്നതിന് വല്ലാണ്ട് കളിച്ചാൽ ഇല്ലാണ്ടാവും. വല്ലാണ്ട് കളിച്ചാൽ ഇല്ലാണ്ടാക്കുന്നു എന്നൊരു ഭീഷണി. അവരോട് കളിക്കാൻ എന്നൊരു ഭീഷണിയോ? അവരായിട്ട് മല്ലിടാൻ ഞാനില്ല. അവരായിട്ട് മല്ലിടാൻ ഞാനില്ലേ? അതൊക്കെ നിർത്താൻ പറ്റൂ. ചെറുപ്പക്കാർ വിചാരിച്ച അതെ മാലിന്യാണ് പ്രശ്നം. അത് പൊതുസ്ഥലം കിട്ടുന്നവർക്കൊക്കെ പ്രതികരിക്കാൻ പിന്നെ ആകെയുള്ളൊരു പ്രദേശം നിങ്ങളെ പോലെ ചെറുപ്പക്കാർ നിങ്ങൾക്ക്. എൻ്റെ വീട്ടിലേക്ക് ഇട്ട് ആടിന്റെ കുടലാണോ പോത്തിന്റെ കുടലാണോ കോഴിയുടെ കുടലാണോ അറിയില്ല. പകുതി കിണറ്റിൽ പകുതി പുറത്തായിട്ടാണ് കണ്ടത്. അത് നിന്റെ വീട്ടിൽ മാത്രം കാര്യമല്ല, എല്ലായിടത്തും സ്ഥിതി തന്നെ. കൂട്ടുകാരെ വിളിച്ചതൊന്ന് പറയും. നിങ്ങളെ പോലെ ചെറുപ്പക്കാർ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇടപെടാത്തത് കൊണ്ടാണ് ഉദ്യോഗസ്ഥർ പോലും തിരിഞ്ഞു നോക്കാത്തത്. ഉദ്യോഗസ്ഥർ പോലും തിരിഞ്ഞു നോക്കാത്തത്. ആരോഗ്യകരമായ ജീവിതശൈലിയുടെ മുതൽക്കൂട്ടാണ് ശുചിത്വം. അതിനുവേണ്ടി നാളെ ഇവിടെ തുടങ്ങും. നമ്മുടെ ഗ്രാമത്തെ മലിനമാക്കുന്നവർക്കെതിരെ പ്രതികരിക്കാം. തിരിഞ്ഞുണ്ട് റഷീറയുടെ ഇവിടെ തിരി നമുക്കെന്താ കാണല്ലോ. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ? നമുക്ക് ചെക്കന്മാരെ കൂട്ടിയിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിക്കാണ്ട്. എവിടെ? നാളെ ഇങ്ങോട്ട് പോവാം. നാളെ നമുക്കിത് കാണാം. ചെറിയൊരു പ്രശ്നമുണ്ട്. നാളെ ഒരു രാവിലെ കാണാം. രാവിലെ 10 മണിക്ക് വേണം കേട്ടോ. ഹലോ. ആരാ?
വെച്ചോളൂ. നല്ല പാലേട്ടാ ഒന്ന് വരൂലേ? പിന്നെ വരാതെ മത്സരാക്കിങ്ങള് എണീറ്റോ. പോരെ. നീട്ട കച്ചറൊക്കെ എടുത്ത് വണ്ടി കയറ്റി ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ്. ഇതൊക്കെ മര്യാദ ഞാൻ വിചാരിച്ചോ നീ ഇവിടെ ഇവിടുന്ന കച്ചറല്ല ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ കച്ചറ മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ ഇടും. അത് കൂടാതെ നിന്റെ വീഡിയോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അത് പോലീസിന്റെ വീട്ടിൽ നിന്ന് വെക്കും. അടുത്തത് ഒന്ന് നോക്കിക്കള്, ശരിക്കും ഇങ്ങനെ നോക്കി അവനെ മോത്തിക്ക് നോക്കി. പോലീസിന് കൊടുത്താലും ഞാനിത് എടുത്തോണ്ട് പോയിക്കോളാം. ഒന്നും ഇടരുത്, ഞാനിത് എടുത്തോളാം. ഇതെല്ലാം എടുത്ത് പോയിക്കോളാം. സ്റ്റാർട്ട് ചെയ്ത് പോയിക്കോ. ഇനി മേലാൽ ഇതേപോലത്തെ പൊതുസ്ഥലത്തിൽ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നോട്ടീസ് എടുക്കും. അത് നോക്ക്, ഇതൊന്ന് വായിച്ചു നോക്ക്. അത് വായിച്ചു നോക്കി മാലിന്യം കൊണ്ട് നമുക്കുണ്ടായ അപകടം എന്തൊക്കെയാണ്? നമുക്ക് പറയാം. ഓക്കെ മടക്കി വെച്ചോ. ഇത് വണ്ടി എടുത്ത് പോയിക്കോളാം കേട്ടോ. അത് മടക്കിയിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് വണ്ടി എടുത്ത് പോയിക്കോളാം. നിങ്ങൾ മാറി കൊടുക്കണം വണ്ടി എടുത്ത് നോക്കുമ്പോൾ. നിങ്ങളെ ഞാൻ ആഘോഷിച്ചു. പോയി എടുക്ക്. മതി. ഓക്കെ മതി. വാട്ടടുത്തേക്കല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ലേ? അതിൻ്റെ കാറൊക്കെ ഒന്ന് പിടിച്ചൊന്ന് റെഡിയായി കുടിക്കും. മറ്റേ കാര്യം കൂടെ യൂസ് ചെയ്യും മാറട്ടാ. ഞങ്ങളിഞ്ഞ ആവശ്യമില്ലല്ലോ. നിങ്ങളിഞ്ഞ് ചാക്കടയിൽ കിടന്നോളി. ഇത് കംപ്ലീറ്റ് മൊബൈൽ റെക്കോർഡാണ്. ഇത് നിങ്ങൾ ഇനി ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ തള്ളാൻ പാടില്ല എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോഴത്തെ തെരുനായ്ക്കളുടെ പോരട്ടെ കൈ എടുത്ത് പോരും. വീട്ടിലിട്ട് മൂടാനുള്ള കച്ചറയായിരുന്നു. അത് ആകെ വഷളായിപ്പോ. അത്രയല്ലേ ഉള്ളൂ. വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്നാൽ ഒരു കുഴപ്പമില്ല. ബാക്ക് നോക്ക്. എടുത്തോ. കണ്ണട ഊരിട്ട് പഠിച്ചാൽ മതി. നോക്ക് തോണ്ട് ഈ ഭാഗങ്ങൾ എവിടെയും ഈ ഭാഗങ്ങൾ എവിടെയും മാലിന്യം നിക്ഷേപിക്കരുത്. എന്താണ്ടാ എന്തേ എടുത്തോ. ഓണടിക്കോ. ഇറങ്ങ് നിർത്തിക്ക് ചാട്.
ലാലുവാ അവിടെ കാരണം എടുക്കുക ലാസ്റ്റ് എടുക്ക് എടുക്കട്ടെ ആ വിട്ടാളെ എടുത്ത് പോടാ വണ്ടി എടുത്ത് പോടാ പോ